അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അവയവദാതാവ് ഷമീർ പോലീസ് കസ്റ്റഡിയിൽ. പാലക്കാട് സ്വദേശിയായ ഷമീറിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. അഹമ്മദ് മുജ്തബ ചേരുന്നു. മുസ്തഫ, ഈ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഷമീറിൽ നിന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണോ അന്വേഷണ സംഘം? എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ? തുടക്കം മുതൽ തന്നെ പാലക്കാട് സ്വദേശിയായ ഷമീറിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഇയാളെ സംബന്ധിച്ച് പാലക്കാട് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അറസ്റ്റ് വിവരം അല്ലെങ്കിൽ ഈ കേസിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ പോലീസ് പാലക്കാട് എത്തി അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കുറെ നാളുകളായി ഷമീർ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളതാണെന്നാണ് വാർത്തകളൊക്കെ പുറത്തു വന്നത്. പിന്നീടാണ് ഈ അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് കടന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു. മാത്രമല്ല, കോയമ്പത്തൂരിൽ വെച്ചാണ് പിടികൂടിയത്. വിശദമായി അദ്ദേഹത്തിൽ നിന്ന് പോലീസ് വിശദാംശങ്ങൾ ചോദിച്ചു വരികയാണ്. മാത്രമല്ല, ഈ കേസ് തുടക്കം മുതൽ തന്നെ ദേശീയ തലത്തിൽ തന്നെ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം വിപുലമായ അന്വേഷണവും നടത്തിയിരുന്നു. സംസ്ഥാനാനന്തര ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പാലക്കാട് സ്വദേശിയെ കുറിച്ച് നേരത്തെ മുതൽ തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് പാലക്കാട് നിന്ന് പിന്നീട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ കുറെ ദിവസങ്ങളായി അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന തിരച്ചിലിനിടയിൽ ഷമീർ കസ്റ്റഡിയിലാവുന്നത്. എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് ഈ വാർത്ത പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ. ശരി മുസ്തഫ.